നമസ്കാരം. മാസ്റ്റർ വാസ്തുവിലേക്ക് സ്വാഗതം. ശനിയുടെ വക്രാവസ്ഥയെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആയുഷ്കാരകനായ ശനി 2024 ജൂൺ 30 മുതൽ നവംബർ 15 വരെ വക്രാവസ്ഥയിലാകുന്നു. മകരം കുംഭൻ രാശികളിൽ ആധിപത്യവും തുലാമിൽ ഉച്ചവും മേടത്തിൽ നീചവുമാണ് ശനി. സൂര്യൻ്റെ ഉച്ചനീചങ്ങൾ ശനിക്ക് നേരെ വിപരീതമാണ്. ജാതകത്തിൽ ശനിക്ക് ശുഭസ്ഥിതിയും ശുഭഗ്രഹ വീക്ഷണവും ഉണ്ടെങ്കിൽ ശനിയുടെ ദശാപകാരങ്ങളിൽ നല്ല ഫലങ്ങളെയും, അശുഭസ്ഥാനസ്ഥിതിയും അശുഭഗ്രഹങ്ങളുമായിട്ടുള്ള യോഗവും വന്നാൽ ഫലം ദുഃഖപ്രദവുമായിരിക്കും. അവർ എല്ലാ ഉദ്യമത്തിലും പരാജയപ്പെടുന്നതായി കാണാം. പുതിയ ഏതു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അതെല്ലാം തടസ്സപ്പെടുകയുള്ളൂ. ഒരു പരാജയ മനോഭാവം വന്നുചേരും. എത്ര സൂക്ഷിച്ചാലും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. എന്നാൽ ഇഷ്ടഭാവസ്ഥിതിയും ശുഭഗ്രഹ വീക്ഷണവും ഉണ്ടെങ്കിൽ ശനി ജാതകന് വിചാരശീലം, വിവേകം, കരുതൽ തുടങ്ങിയ ഗുണങ്ങൾ നൽകും. ജനസമ്മതിയും ഉയർച്ചയും ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും അടുക്കും ചിട്ടയും ഉണ്ടാകും. തൊഴിൽ, വ്യാപാരം ഇവയെ പരാശ്രയമില്ലാതെ നടത്തിക്കൊണ്ടു പോകുവാൻ കഴിയും. ശനി മകരം, കുംഭം, തുലാം ഈ രാശികൾ ഒഴിച്ച് ഏത് രാശിയിൽ നിന്നാലും ആ ഭാവത്തിന് ദോഷമുണ്ടാകും. എന്നാൽ വ്യാഴക്ഷേത്രമായ ധനു, മീനം എന്നീ രാശികളിൽ ശനി ദോഷകാരിയല്ല. ഇനി നമുക്ക് ശനിയുടെ വക്രാവസ്ഥയെപ്പറ്റി സംസാരിക്കാം. ഒരു ഗ്രഹം വക്രഗതിയിൽ സഞ്ചരിച്ചാൽ ആ ഗ്രഹത്തിന് ശക്തി കൂടുന്നു. രാശിചക്രത്തിൻ്റെ 11ാമത്തെ രാശിയായ കുംഭത്തിലാണ് ശനി വക്രാവസ്ഥയിലാകാൻ പോകുന്നത്. മൂലത്രികോണമായ കുംഭത്തിൽ പൂരിരുട്ടാതി നക്ഷത്രത്തിൻ്റെ 2ാം പാദത്തിലാണ് ശനിയുടെ സ്ഥിതി. നവംബർ 15 വരെയാണ് ഈ അവസ്ഥ, 149 ദിവസം. ജാതകത്തിൽ ശനി സ്ഥാനബലത്തോടുകൂടി നിൽക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ പ്രോത്സാഹനം വക്രാവസ്ഥയിൽ നിൽക്കുന്ന ശനി നൽകും. എന്നാൽ സ്ഥാനബലമില്ലാതെ നിൽക്കുന്ന ശനിയാണെങ്കിൽ അവർക്ക് ഗുണഫലം കൂടുകയും ചെയ്യും. ശനി പൊതുവെ മന്ദഗതിയിലാണല്ലോ സഞ്ചരിക്കുന്നത്. പക്ഷേ വക്രാവസ്ഥയിൽ ഈ സ്ഥിതി മാറുന്നു, വേഗത കൂടുന്നു. മൂലത്രികോണ സ്ഥിതിയും വക്രാവസ്ഥയും കൂടിയാകുമ്പോൾ ശനിയുടെ ദോഷഫലങ്ങൾ മാറുന്നു, പാപത്വം കുറയുന്നു. ഇനി മേടം മുതൽ മീനം വരെയുള്ള രാശികളെ ശനിയുടെ ഈ വക്രാവസ്ഥ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേർന്ന മേടക്കൂറ്. മേടക്കൂറിൻ്റെ 10ഉം 11ഉം ഭാവാധിപനായ ശനി 11ാം ഭാവമായ കുംഭത്തിലാണ് സഞ്ചരിക്കുന്നത്. ശനിയുടെ വക്രാവസ്ഥ മേടത്തിൻ്റെ 11ാം ഭാവത്തിലാണ്. ജോലിയിൽ ഉന്നത സ്ഥാനമാനങ്ങളും പദവിയും ലഭിക്കും. മുടങ്ങിക്കിടന്നിരുന്ന ബിസിനസ് പുനരാരംഭിക്കും. സർക്കാർ ജോലിക്ക് അർഹരാകും. ഏത് കാര്യത്തിന് തുനിഞ്ഞാലും അതിൽ നിന്ന് പിന്മാറുകയില്ല. ധാരാളം പണവരവുണ്ടാകും. സമ്പത്ത് വളരെ ഉറപ്പുള്ളതായിരിക്കും. ഉയർന്ന നിലയിൽ ജീവിതം നയിക്കും. ആരോഗ്യം വളരെ മെച്ചപ്പെടും. അസുഖമായിട്ട് ചികിത്സയിലിരുന്നവർക്ക് പെട്ടെന്ന് അസുഖം ഭേദമാകും. സന്താനങ്ങൾക്ക് പല നല്ല തരത്തിലുള്ള ഉയർച്ചയും ഉണ്ടാകും. മൂത്ത സഹോദരനുമായി സ്നേഹത്തിലാകും. ഭാര്യാപുത്രാദി സുഖങ്ങൾ കിട്ടും. എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവനുമാകും. ഇനി ഇടവക്കൂറുകാരെ പറ്റി സംസാരിക്കാം. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരമര ഇത് ചേർന്നാണല്ലോ ഇടവക്കൂറ്. 9ഉം 10ഉം ഭാവാധിപൻ 10ലൂടെ സഞ്ചരിക്കുന്നു. 2024 ജൂൺ 30 10ലെ ശനി വക്രാവസ്ഥയിലാകുന്നു. ശനിക്ക് ബലം കൂടുന്നു. 10ലെ ശനി യോഗകാരകനാണ്. ഇടവൻ രാശിക്കാർ കുറേ കാലമായി ശനിയുടെ പിടിയിലായിരുന്നു. കുറച്ചു കാലമായി മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പരിഹരിക്കാൻ പറ്റും. ബലവാനായ ശനി വിദ്വത്വം, ബുദ്ധി, ശക്തി, ധനം, യശസ് ഇവയെല്ലാം പ്രദാനം ചെയ്യുന്നു. കർമ്മപുഷ്ടിയുള്ളവനാക്കി തീർക്കുന്നു. ഒരു സ്ഥാപനത്തിൻ്റെ തലവനാകാൻ കഴിയും. ധനവും പ്രതാപവും വേണ്ടുവോളം ഉണ്ടാകും. എവിടെയും ബഹുമാനം പ്രതീക്ഷിക്കാം. മാതാപിതാക്കൾക്ക് സ്നേഹം കൊടുക്കും. രാഷ്ട്രീയത്തിലാണെങ്കിൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കും. ഉയർന്ന ആൾക്കാരുമായി കൂട്ടുകെട്ടുണ്ടാകും. ബിസിനസ്സിൽ മൊത്ത കച്ചവടക്കാർക്ക് വലിയ ലാഭമുണ്ടാകും. ചിലവുകൾ കൂടും. കുട്ടികളുടെ വിദ്യാഭ്യാസം പുരോഗമിക്കും. ഭാര്യയുമായി രമ്യതയിലാവും. ഇനി മിഥുനക്കൂറുകൾ. മിഥുനം മകയിരമര, തിരുവാതിര, പുണർതം മുക്കാൽ. 8, 9 ഭാവാധിപനായ ശനി 9ൽ വക്രാവസ്ഥയിലാകുന്നു. ശനിയുടെ ഈ വക്രാവസ്ഥ മിഥുനക്കൂറുകാരുടെ കർമ്മരംഗത്തെ തടസ്സം മാറ്റും. യശസ് വർദ്ധിപ്പിക്കും. പുതിയ ബിസിനസ് പ്രവർത്തനങ്ങൾ ആരംഭിക്കും. വീട് വിട്ട് നിൽക്കേണ്ടതായി വരും. ഉദ്യോഗസ്ഥർക്ക് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം വാങ്ങാൻ കഴിയും. സന്താനങ്ങൾക്ക് ഉയർച്ചയും വിദ്യാവിജയവും ഉണ്ടാകും. വിചാരിക്കുന്ന വിഷയങ്ങളിൽ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടും.
ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ കഴിയും. കുടുംബജീവിതം മെച്ചമായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല. വിദേശത്ത് പോകാൻ അവസരമുണ്ടാകും. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. സർക്കാരുമായി നല്ല ബന്ധം പുലർത്തും. ഇനി കർക്കിടകൻ രാശി. പുണർതങ്കാൽ, പൂയം, ആയില്യം. 7, 8 ഭാവാധിപനായ ശനി 8ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നു. ഇവരുടെ അഷ്ടമത്തിലാണ് ശനി വക്രാവസ്ഥയിലാകുന്നത്. കർക്കിടക കൂറുകാർക്ക് കണ്ടകശനി കഴിഞ്ഞു. അഷ്ടമശനി നടക്കുകയാണ്. ഈ കഴിഞ്ഞുപോയ കാലങ്ങൾ നിങ്ങൾക്ക് വളരെ ദുർഘടം പിടിച്ചതായിരുന്നു. പലർക്കും വാഹന അപകടങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. കുടുംബജീവിതത്തിൽ പിളർപ്പ് ഉണ്ടായിട്ടുണ്ട്. തുടങ്ങിവെച്ച പല കാര്യങ്ങളും നിർത്തേണ്ടി വന്നു. മറ്റുള്ളവർ പറയുന്ന അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നു. മെയ് 1 ശേഷം ഗുരു 11ാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചു. അതിനുശേഷമാണ് ചെറിയൊരു മാറ്റമുണ്ടായത്. ഇപ്പോൾ ശനിയുടെ ഈ വക്രാവസ്ഥയും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ തരും. ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന പദവികൾ കിട്ടും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വിജയമുണ്ടാകും. തൊഴിലിൽ ഉയർച്ചയും നല്ല വരുമാനമുള്ള ജോലിയും ലഭിക്കും. നിർത്തിവെച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും. ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകും. കുട്ടികളിൽ നിന്ന് സന്തോഷ വാർത്ത കേൾക്കാൻ കഴിയും. രോഗികൾക്ക് രോഗശമനം ഉണ്ടാകും. വിദേശത്ത് പോകാൻ അവസരമുണ്ടാകും. സന്താനങ്ങളുടെ പഠിത്ത കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. പണത്തിന് ബുദ്ധിമുട്ട് വരികയില്ല. ചിങ്ങൻ രാശി. മകം, പൂര, ഉത്തരങ്കാൽ. 6, 7 ഭാവാധിപൻ 7ാം ഭാവത്തിൽ വക്രാവസ്ഥയിൽ സ്ഥിതി ചെയ്യും. 2024 ജൂൺ 30 മുതൽ നവംബർ 15 വരെയാണ് ശനി വക്രാവസ്ഥയിൽ നിൽക്കുന്നത്. ചിങ്ങൻ രാശിക്കാർക്ക് കണ്ടകശനി നടക്കുന്നു. വക്രാവസ്ഥയിലാകുന്ന ശനിയുടെ പാപത്വം കുറയുന്നു. അങ്ങനെ കണ്ടകശനിയുടെ ശക്തി കുറയുന്നു. വക്രനായ ശനിയുടെ 7ലെ സഞ്ചാരം കൊണ്ട് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു. പാർട്ട്ണർഷിപ്പിൽ നല്ല ലാഭമുണ്ടാകുന്നു. വിദേശയാത്ര വേണ്ടി വരും. കേസുകളിൽ അനുകൂല വിധിയുണ്ടാകും. കിട്ടാതിരുന്ന വസ്തുവകകൾ തിരിച്ചു കിട്ടും. ആരോഗ്യം നന്നാകും. സന്താനങ്ങൾക്ക് വിവാഹയോഗമുണ്ടാകും. ഡൈവേഴ്സിൻ്റെ വക്കീലായ വിവാഹബന്ധം മധ്യസ്ഥത കൊണ്ട് യോജിപ്പിക്കാൻ കഴിയും. ഊഹക്കച്ചവടത്തിൽ ലാഭമുണ്ടാകും. വീട് മാറി താമസിക്കേണ്ടതായും വരും. ഇനി കന്നിരാശി. ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിരാര. 5, 6 ഭാവാധിപനായ ശനി 6ാം ഭാവത്തിൽ വക്രാവസ്ഥയിലാകുന്നു. പുതിയ വ്യവസായം ആരംഭിക്കും. ശത്രുക്കളെ കൊണ്ടുള്ള ഭയം ഇല്ലാതാകുന്നു. രോഗികൾക്ക് നല്ല ആശ്വാസം ഉണ്ടാകും. സ്നേഹിതരുടെ സ്നേഹവും സഹായവും ലഭിക്കുന്നു. കാര്യങ്ങൾ മത്സരിച്ച് പുരോഗതി നേടാൻ ശ്രമിക്കും. പുതിയ അധികാരങ്ങൾ ലഭിക്കും. തൊഴിൽ രംഗത്തെ ഉണർവും ഉന്മേഷവും ഉണ്ടാകും. ദമ്പതികൾ രമ്യതയിൽ കഴിയും. ശത്രു വിജയമുണ്ടാകും. വർഷങ്ങളായി ഉണ്ടായിരുന്ന കടം വീട്ടാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ചയുണ്ടാകും. മക്കളുടെ വിവാഹ കാര്യങ്ങൾ നടക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. തൊഴിലിലെ വെല്ലുവിളികൾ പരിഹരിച്ചു പോകാൻ കഴിയും. ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുമുണ്ട്. സർവ്വദോഷങ്ങളും ഇല്ലാതാവും. ഇനി തുലാൻ രാശി. ചിത്തിരാര, ചോതി, വിശാഖമുക്കാൽ. 4, 5 ഭാവാധിപനായ ശനി 5ാം ഭാവത്തിൽ വക്രാവസ്ഥയിലാകുന്നു. ജൂൺ 30 മുതൽ നവംബർ 15 വരെയാണ് ഈ വക്രാവസ്ഥ. സന്താന സുഖമുണ്ടാകുന്നു. സന്താനങ്ങൾക്ക് വിദ്യാവിജയം, വിവാഹം എന്നിവ നടക്കും. സന്താനങ്ങളെ കൊണ്ട് സാമ്പത്തിക വിജയമുണ്ടാകും. കർമ്മരംഗത്ത് പലതരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകും. ബിസിനസ്സിൽ നേട്ടങ്ങളുണ്ടാകും. കുടുംബ പ്രശ്നങ്ങൾ പരിഹാരമാകും. പങ്കാളിയുടെ രോഗം ശമിക്കും. എല്ലാ കാര്യങ്ങളിലും വിജയവും കീർത്തിയും ഉണ്ടാകും. വീട്, വസ്തു, വാഹനം ഇവ വാങ്ങാൻ നല്ല സമയമാണ്. മറ്റുള്ളവരുടെ അംഗീകാരവും കിട്ടും. കടക്കെണിയിൽ അകപ്പെട്ടിരുന്നവരുടെ കടം മുഴുവൻ വീട്ടാൻ കഴിയും. വൃശ്ചികക്കൂറ്. വിശാഖം, കാൽ, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണല്ലോ വൃശ്ചിക രാശി. 3, 4 ഭാവാധിപനായ ശനി 4ൽ വക്രാവസ്ഥയിൽ സഞ്ചരിക്കുന്നു. ബലവാനായ ശനി വസ്തുവകകൾ നൽകുന്നു. തടസ്സപ്പെട്ട് കിടന്ന ബിസിനസ് രംഗം പുഷ്ടിപ്പെടുന്നു. ജോലിക്ക് വേണ്ടി അലഞ്ഞു നടന്നിരുന്നവർക്ക് ജോലി സാധ്യതയുണ്ടാകും. വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാകും. വീട്, വാഹനം എന്നിവ സ്വന്തമാകും. ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവുണ്ടാകും. കുടുംബത്തിൽ നിന്ന് കിട്ടാതെ കിടന്ന സ്വത്ത് തിരികെ കിട്ടും. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയും. കുടുംബസുഖം കിട്ടും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം. ആരോഗ്യം മെച്ചമായിരിക്കും. അമ്മയുടെ അസുഖങ്ങൾ സുഖപ്പെടും. ഇനി ധനുക്കൂറാണ്.
മൂലം, പൂരാടം, ഉത്തരാടം, കാൽ ചേർന്നതാണ് ധനുക്കൂർ. 2, 3 ഭാവാധിപൻ 3-ാം ഭാവത്തിൽ വക്രാവസ്ഥയിലാകുന്നു. ബലവാനായ ശനി മനസ്സിൽ സമാധാനവും സുഖവും നൽകുന്നു. തൻ്റെ ഇടത്തോടെ ഉത്സാഹത്തോടെയും പ്രവർത്തിക്കും. തൊഴിൽ രംഗത്തെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരുന്നവർക്ക് പുതിയ ഉണർവുണ്ടാകും. തടസ്സപ്പെട്ട് കിടന്ന ജോലി കിട്ടും. കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റമുണ്ടാകും. ദൂരദേശ യാത്രകൾ കൊണ്ട് പ്രയോജനമുണ്ടാകും. പേരും പ്രശസ്തിയും കിട്ടും. കലാകാരന്മാർക്ക് നല്ല സമയമാണ്. വിവാഹാദി മംഗളകാര്യങ്ങൾ നടക്കും. കോടതി വഴക്കുകൾക്ക് അനുകൂലമായി തീരുമാനമുണ്ടാകും. ഇളയ സഹോദരങ്ങളോട് സ്നേഹത്തിലാകും. അയൽക്കാരുമായി ഉണ്ടായിരുന്ന പിണക്കം മാറും. ദമ്പതികൾ സ്നേഹത്തിലായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. ഇനി മകരം. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, വര. സ്വന്തം രാശ്യാധിപനും 2-ാം ഭാവാധിപനുമായി ശനി 2-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നു. 2024 ജൂൺ മാസം 30 മുതൽ നവംബർ 15 വരെയാണ് ശനിയുടെ ഈ വക്രാവസ്ഥ. മകരൻ രാശിക്കാർക്ക് 7.5 ശനിയുടെ അവസാന ഘട്ടം നടക്കുകയാണ്. പൂർവിക സ്വത്ത് കൈവശം വരും. കടം മുഴുവൻ വീട്ടാൻ കഴിയും. ശമ്പള വർധനയോടെ പുതിയ ജോലിയിൽ കയറാൻ പറ്റും. വലിയ വ്യാപാര സ്ഥാപനങ്ങൾ പണിയാൻ വേണ്ടി അടിസ്ഥാനം ഇടാൻ പറ്റും. കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്ത് വരവ് വർദ്ധിപ്പിക്കും. കേസുകളും തർക്കങ്ങളും ജയിക്കും. ആഗ്രഹിക്കുന്നവർക്ക് സന്താന ലാഭം ഉണ്ടാകും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. പലവിധ സന്തോഷങ്ങളും ഉണ്ടാകും. വസ്തു, വീട്, വാഹനം എന്നിവയ്ക്ക് യോഗമുണ്ട്. എല്ലാം കൊണ്ടും സന്തോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്കും നല്ല സമയം. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഇനി കുംഭക്കൂറ്. അവിട്ടം, മര, ചതയം, പൂരിരുട്ടാതി, മുക്കാൽ ചേർന്നതാണ് കുംഭരാശി. സ്വന്തം രാശ്യാധിപനും 12-ാം ഭാവാധിപനുമായ ശനി ജന്മത്തിൽ വക്രാവസ്ഥയിൽ സഞ്ചരിക്കുന്നു. കാര്യങ്ങൾക്ക് കാലതാമസം വരുമെങ്കിലും അവസാനം എല്ലാം ശുഭമായി വരും. ജോലിയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ലഭിക്കും. ആളുകളെ സ്വാധീനിക്കാൻ കഴിയും. വലിയ വലിയ ആശയങ്ങൾ മനസ്സിൽ രൂപം കൊള്ളും. തൊഴിലിനു വേണ്ടി യാത്രകൾ ചെയ്യേണ്ടി വരും. കർമ്മരംഗത്ത് ശമ്പള വർധന ഉണ്ടാകും. ബന്ധുസ്നേഹം കിട്ടും. ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാം ഒരു പരിഹാരമുണ്ടാകും. വിദ്യാർത്ഥികൾ പഠന വിഷയത്തിൽ മികവ് കാണിക്കും. ദമ്പതിമാർ സന്തോഷമായി കഴിയും. ഇനി മീനൻ രാശി. പൂരിട്ടാതി, കാൽ, ഉത്തിരിട്ടാതി, രേവതി. 11, 12 ഭാവാധിപനായ ശനി 12-ാം ഭാവത്തിൽ വക്രാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. 7.5 ശനി നടക്കുന്നു. 7.5 ശനിയുടെ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ നടക്കുന്ന സമയമാണ്. 12-ാം ഭാവമായ കുംഭത്തിലാണ് 7.5 ശനിയുടെ ആദ്യപാദം. ശനിക്ക് 12-ാം ഭാവത്തിൽ വിപരീത രാജയോഗമാണ് സംഭവിച്ചിരിക്കുന്നത്. വിചാരിക്കുന്ന കാര്യങ്ങളിലെല്ലാം നേട്ടമുണ്ടാകും. ബിസിനസ്സിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും. കർമ്മരംഗത്തെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ നല്ല ഉയർച്ച ഉണ്ടാകും. കുടുംബത്തിൽ നടന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം ഇല്ലാതാകും. കുറേ നാളായി അനുഭവിച്ചിരുന്ന പേരുദൂഷ്യത്തിന് ശമനം വരും. വിദ്യാർത്ഥികൾക്ക് നല്ല പുരോഗതി ഉണ്ടാകും. വിദേശത്ത് പോകാൻ ഉള്ള തടസ്സം മാറിക്കിട്ടും. പണച്ചെലവ് കൂടും. ഹോസ്പിറ്റൽ ചിലവുകൾ ഉണ്ടാകും. പിതാവിൽ നിന്ന് പ്രതീക്ഷിച്ച ഫലം കിട്ടുകയില്ല. ആർഭാട വസ്തുക്കൾ വാങ്ങി പണം ചിലവഴിക്കും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. 2024 ജൂൺ 30 മുതൽ നവംബർ 15 വരെ ശനി വക്രാവസ്ഥയിലായിരിക്കുമ്പോൾ 27 നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെ പറ്റിയാണ് ഞാൻ മുകളിൽ വിവരിച്ചത്. നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ചാൽ പൂർണ്ണ ഫലം കിട്ടുന്നതായിരിക്കും. ഇപ്പോഴുള്ള നിങ്ങളുടെ ഈ സമയം നല്ല രീതിയിൽ വിനിയോഗിക്കുക. എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നു. ദോഷപരിഹാരങ്ങൾക്കായി ശനിയാഴ്ച തോറും അയ്യപ്പന് നീരാഞ്ജനം നടത്തുക. ശിവക്ഷേത്രത്തിലും ഹനുമാൻ ക്ഷേത്രത്തിലും ദർശനം നടത്തുക. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.